ഗവർണർ ഇന്ന് വരെ നമ്മളിവിടെ പുനർനിയമനം ഒരു വിസിമാർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഗോപിനാഥ് രവീന്ദ്രൻ പുനർനിയമനം കൊടുത്തത്. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ആപ്ലിക്കേഷൻ സ്വീകരിച്ച് കഴിഞ്ഞു. അതിനുശേഷം അതിന് കാരണം ഒരു പാക്കേജ് ആയിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാകേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് യോഗ്യതയില്ലെങ്കിൽ പോലും കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനം ഗോപിനാഥ് രവീന്ദ്രൻ അംഗീകരിക്കുകയും അവർക്ക് നിയമനം കൊടുത്തു. തുടർന്ന് അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂഷൻ കൊടുത്തു. ഒരു പ്രത്യുപകാരം. ഇതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ഗവർണർ ആദ്യം തന്നെ നിയമനം സ്റ്റേ ചെയ്തു. മുഖ്യമന്ത്രിയുമായിട്ട് ഏറ്റുമുട്ടലായി, വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഏറ്റുമുട്ടലായി, പ്രശ്നങ്ങൾ സങ്കീർണമായി. സാങ്കേതിക സർവകലാശാലയിൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് അവിടെയുള്ള വൈസ് ചാൻസലർ ഡിസ്ക്വാളിഫൈഡായി, വോയിഡ് അബിനിഷ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിസിമാർക്കും അദ്ദേഹം നോട്ടീസ് കൊടുത്തു. അപ്പോൾ ഒരു സംശുദ്ധീകരണം നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ അതിന് CPM തയ്യാറല്ല. കാരണം വൈസ് ചാൻസലർമാർ സർവകലാശാല തലപ്പത്തിരിക്കുന്നവർ പാർട്ടി അനുകൂലികളായിരുന്നാൽ മാത്രമേ, സിൻഡിക്കേറ്റ് പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, ചുരുക്കി പറഞ്ഞാൽ വൈസ് ചാൻസലറുടെ മുകളിലാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഡിഫാക്റ്റോ വൈസ് ചാൻസലർമാരായിട്ട് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ.